السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മദദ് റിയാദു സ്വാലിഹീൻ ക്ലാസ്. ഇന്റെ 299 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് പഠിപ്പാട്ടുമ്പോൾ ആ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യരുടെ കടമയായിട്ടിട്ട്, അതുപോലെ അവന്റെ പെഞ്ഞയും മക്കളെയും ആ ദീനി ചൗക്കട്ടിലായിട്ട് നിർത്തുക എന്നുള്ളതും അവന്റെ ജവാബ്ദാരിയായിട്ടിട്ട് അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് പെഞ്ഞയും മക്കളോടൊട്ടും കൽപ്പിക്കണം എന്ന് വിവരിക്കുന്ന ഈ ബാബുല് അതിലെ രണ്ടാമത്തെ ഹദീസായിട്ട് എന്ത് വിവരിക്കൊണ്ടത് മഹാനായ ഉമർ ഇബ്നു അബീ സലമ അബൂ സലമ റളിയല്ലാഹുവിന്റെ മോൻ ഉമ്മു സലമ ഉണ്ട്. ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ മാപ്പിളയായിട്ട് അബൂ സലമ 4 മക്കൾ ഇക്കുമ്പായിട്ട്, അതായത് ഉമ്മു സലമക്ക് പെഞ്ഞായിൽ നിന്ന് 4 മക്കളുണ്ട്. ആ സമയത്തായിട്ട് അബൂ സലമ വഫാത്താവും. അപ്പൊ ഉമ്മു സലമയുടെ അതിൽ പിന്നെ നബിത്തങ്ങളായിട്ട് മഞ്ഞളവിടെ. അപ്പൊ 4 മക്കളുണ്ട്. കഴിഞ്ഞ ഒരു ഹദീസിൽ അങ്ങ് വിവരിച്ചതായിട്ട് അയിമ കേൾക്കുന്ന നബിത്തങ്ങളോട്ടു അബൂ സലമയിൽ നിന്നുണ്ടായ ഈ നന്റെ മക്കളെ ഞാൻ അങ്ക് റിസ്ക് കൊടുത്ത് അങ്ക് ആഹാരം കൊടുത്ത് അങ്ങനെ ബലത്തിൽ എനിക്ക് പ്രതിഫലം ഉണ്ടോ. അതിൽപ്പെട്ട ഒരു മോനായിട്ട് ഉമർ ഇബ്നു അബീ സലമ ആ സ്വഹാബിയായിട്ട് ചൊല്ല്. അയാൾ എന്താ ചൊല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെങ്ങളെ പെഞ്ഞായിട്ട് മോനും, അതായത് ഉമ്മു സലമ. ഈ ഉമ്മു സലമയുടെ നബി തങ്ങൾ പിന്നെ മഞ്ഞളായിട്ട് ആ ഉമ്മു സലമയുടെ മോനായിട്ട് ഈ ഉമർ ചൊല്ല് സ്വഹാബി. ആ സ്വഹാബി അപ്പൊ നബി തങ്ങളെ പെഞ്ഞയിലെ ഉമ്മു സലമ, അപ്പൊ ആ പെഞ്ഞയിലെ മോനല്ലേ ഇയാള്. അപ്പൊ അവർക്ക് ഈ ചെറിയ കിടാവ് ഇങ്ങനെ തിന്നുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിർദ്ദേശനം കൊടുത്തത്, കൽപ്പിച്ചു കൊടുത്തത് എങ്ങനെയായിട്ട് തിന്നേണ്ടത്. അപ്പൊ ഇയാള് റബീബായിട്ട് നബി തങ്ങള് റബീബ് ചെന്നെങ്കിൽ പെഞ്ഞയിലെ മോന് എന്നർത്ഥം. അപ്പൊ ആ ഉമ്മു സലമക്ക് 300 മംഗിലായിട്ട് അതിൽ മക്കത്ത് അബൂ സലമ വഫാത്തായിട്ടാകുമ്പോ ഈ ഉമ്മു സലമയുടെ നോക്കുക ആളില്ല. അപ്പോ ഉമ്മു സലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മംഗിലായിട്ട്. അപ്പൊ അതിൽ നിന്നും ആ പെഞ്ഞായിട്ട് മോനായിട്ട് ഇത്. അപ്പൊ ഈ മോന് ഉമർ ചൊല്ല ഈ സ്വഹാബി ചെറിയ കിടാവുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് തിന്നുമ്പോൾ ഔട്ട് എടുത്ത് തിന്നുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി എടുക്കണം. മോനെ ബിസ്മില്ല ചൊല്ല്, നിന്റെ വലത്തെ കൈ കൊണ്ട് തിന്ന്, നിന്റെ മുട്ടത്തിൽ നിന്ന് തിന്ന്, ഇടീക്ക പാത്രത്തിൽ നിന്ന് കൈയേറ്റെടുത്ത് തിന്നണ്ട എന്ന് നബി തങ്ങൾ പഠിപ്പാറ്റത്. നോക്കൂ എങ്ങനെയായിട്ട് തന്റെ നിയന്ത്രണത്തിലുള്ള ആളുമാരെ ദീനി ചൗക്കട്ടിൽ വളർത്തുക എന്ന് മൊത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാറ്റിയത്. എന്തൊരു നല്ല പലക്കായിട്ട് ചെന്നതിന് യാ ഗുലാം, ഈ മോനെ സമ്മില്ല കിടാവിടെ വിളിക്കരുത്, കിടാവേ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. അപ്പൊ നബി തങ്ങൾ അവിടെ പഠിപ്പാട്ടി കൊടുത്തിട്ട് എന്നുള്ളതാണ്. ഞങ്ങൾ മക്കൾക്ക് പഠിപ്പാട്ടതിലില്ല, ഞങ്ങൾ ജോറാക്കേണ്ടതിൽ മാത്രമല്ല, ജോറാക്കേണ്ടതല്ല പഠിപ്പാട്ടി കൊടുക്കണം. അപ്പൊ എന്തായിട്ട് ഞങ്ങളെ ഈ മക്കളൊട്ടുള്ള ഞങ്ങളെ ആ പെരുമാറ്റമായിട്ട് മക്കൾക്ക് ഞങ്ങളൊട്ട് പിടിക്കാത്തത്. അതുകൊണ്ട് ഞങ്ങളെ പെരുമാറ്റത്തെ ഞങ്ങൾ നന്നാക്കണം. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്ത് കാട്ടി കൊടുക്കണം. ഇത് ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ജോലിയാക്കട്ടെ എന്തെങ്ങനെയൊക്കെ എന്തെങ്ങനെയൊക്കെ യഥാർത്ഥ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൊന്ന് ആ മക്കൾക്ക് നിപ്പാട്ടി വെച്ച് അല്ല ഞങ്ങൾക്കൊന്ന് പഠിപ്പാട്ടി കൊടുക്കണം. നമ്മൾ നോക്കാം ഹദീസ് നമുക്ക് നോക്കാം. 291 അബി ഹഫ്സ് ഉമർ ഇബ്നു അബീ സലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസദ് റബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ റബീബ് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെഞ്ഞായിട്ട് മോണ് എന്നർത്ഥം. അതായത് ആ പെഞ്ഞായിക്ക് 300 ഭയങ്കരമായിട്ട് അബൂ സലമ വഫാത്തായാലും പിന്നായിട്ട് നബി തങ്ങൾ ഭയങ്കരമാണ്. കാല കുന്തു ഗുലാമൻ, ഞാൻ കിടാവായിട്ടിരിക്കുമോ ചെറിയിക്കുമോ ഫി ഹിജ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഹിജ്റിൽ, അതായത് നബി തങ്ങളെ ഹിജ്ർ എന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയന്ത്രണത്തിൽ, അതായത് ഉമ്മു സലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔത്തുലല്ലേ ഉമ്മു സലമക്ക്. അപ്പൊ ആ ഒത്തുല് ഞാൻ എന്തായിട്ടുള്ള നബിയുടെ നിയന്ത്രണത്തിലാണ് നാനുള്ളേ. അപ്പൊ കാനത്തി തീഷു ഫിസ്വഹ്ഫ, ഈ നന്റെ കയ്യെ ഈ പ്ലേറ്റ് പല ഭാഗത്ത് ഔട്ട് എടുത്ത് ഭാര്യത്തിന്റെ ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ എൻ്റെ ചൊന്തി യാ ഗുലാം, ഏ മോനെ സമ്മില്ലാഹു തആല, അല്ലാഹുവിന്റെ പേര് ചൊല്ലു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലു. വകുൽ ബിയമീനിക, വലത്തെ കയ്യിൽ തിന്ന്,
കുൽ മിമ്മായലേക്ക നിന്റെ മുട്ടത്തിൽ നിന്ന് നീ തിന്ന് അഞ്ഞ തല എന്താക്കണ്ട. അപ്പൊ ഒരേ വസ്തു ആകുമ്പോ ഔട്ട് കയറ്റി തിന്നിടല്ല. ഇപ്പൊ ചോറുണ്ടാകുമ്പോ തന്നെ അങ്ങനെ മുട്ടത്തിൽ നിന്നായിട്ട് ഞങ്ങൾ തിന്നു തുടങ്ങേണ്ടത്. അപ്പൊ ഔട്ട് ഇങ്ങനെ പെരക്കിട്ടാ മക്കാകുമ്പോ അങ്ങനെയല്ല. അപ്പൊ നബിത്തങ്ങളവിടെ പടിപാടി കൊടുത്തു. ഫമാസാലത്ത് തിൽക്കത്തി ഉമ്മത്തി ബഅദു. ആ സഹാബി ചൊല്ലേ അതിൽ പിന്നെ ആയിട്ട് അത് ആ നബിത്തങ്ങൾ ചൊന്നൽ പിന്നെ നിന്റെ ആഹാര രീതി അങ്ങനെയുമേ ആയിട്ട് മുത്തഫഖുൻ അലൈഹി. വതതീഷു തദൂറു ഫീ നവാഹി സ്വഹ്ഫ. തതീഷു എന്നതിനർത്ഥം ഈ പ്ലേറ്റിലെ പല ഭാഗങ്ങളിലായിട്ട് കയറ്റി തിന്നിടുക എന്നുള്ളത്. അത് അതിലൊരു അദബ് നബിത്തങ്ങൾ പടിപാറ്റി കൊടുത്തത്. ആ സ്വഹാബി ചൊല്ലേ അതിൽ പിന്നെ ആ രീതിക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത്. ഒന്ന് ആ കൽപ്പിച്ച ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലക്കത്തെ പവർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ അത്രയും പേടിച്ച് ഭയന്ന് ജീവിക്കലാല്, അള്ളാഹുടെ തഖ്വ അനുസരിച്ച് ജീവിക്കലാല് ആ രീതി നബിത്തങ്ങൾ ചെയ്താലായിട്ടില്ല. അതുകൊണ്ട് നബിത്തങ്ങൾ ചൊല്ലുമ്പോൾ അതെന്താണ് അതിലെ എഫക്ട്, അതിൻ്റെതായ ആ പ്രകാശം, അതിലെ വെളിച്ചം, അതിലെ ആ പിന്നെ ആ മാധുര്യം അത് ജീവിതത്തിൽ അതിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുടെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നാളെ പിന്നെ മക്കം അള്ളാഹുടെ അനുസരിച്ച് ജീവിക്കാറ് എന്ന് ചുരുക്കം. അതാണ് കഴിഞ്ഞ ഹദീസിൽ ഞാൻ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതൊക്കെ യോഗ്യത നമുക്ക് വേണമെന്നുള്ളത്. അള്ളാഹു ഞങ്ങളെ സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.